Today we are going to discuss 6th chapter, square and square root. Here we have to study to find squares and square roots. Okay. First we have to know that what is a square. Square means a number multiplied by 2 times. Now in exponentiation chapter we have already studied what is the exponent. So for example, 1 square means 1 multiply repeated multiplication and 1 multiplied by 2 times. 1 into 1. Okay. 2 square means 2 into 2, 4. Then 3 square. You have to study well up to 110 squares. Okay. 3 square. How much? 3 square, 4 square, 5 square, 6 square, 7 square, 8 square, 9 square, 10 square. Okay. Right. How much? 3 square, 9. 4 square means 4 into 4, 16. 5 into 5, 25. 6 into 6, 36. 7 into 7, 49. 8 into 8, 64. 9 into 9, 81. 10 into 10, 100. Okay. And these all are 1, 4, 6, 9, 16, 25, 36, 49, 64, 81, 100 are and continuing that all are perfect squares. Okay. Then another example. What is the next number? 1, 4, 9, 60. What is the next number? 3 numbers right. This is a question. What right? This is the square of 1. This is the square of 2. 9 is the square of 3. 16 is the square of 4. Then this one 5 square. No? 5 square, 6 square, 7 square. Right? 5 square how much? 25. 6 square 36. 7 square 49. Okay? These are 4 perfect square. Again, I give you a question. 144 is a perfect square or not? It is a perfect square because the square root is 12 or 144. 144 is a 12 into 12. 12 square. Okay? 12 square is a 144. Okay? This is the next topic, tens squares. Okay, power of 10. Here 10 square. How much? 10 into 10 is a 100. And here 100 square. 100 into 100 is a 10000. 4 zeros. Here 4 zeros. So writing 4 zeros. And 1000 square. 1000 into 1000. One right, then how many zeros? 3, 6 zeros. Okay. Then write here check. ഇവിടെ 1 zeros ആണ് ആൻസറിൽ സ്ക്വയർ എടുക്കുമ്പോൾ 2 zeros. ഇവിടെ 2 zeros ആണ് 4 zeros ആൻസറിൽ. പിന്നെ ഇവിടെ 3 zeros ആണ് ആൻസറിൽ 6 zeros. അല്ലേ? അപ്പോൾ ഇവിടെ 4 zeros ആണ്. ഇതിന് സ്ക്വയർ എടുത്തിട്ടുണ്ടെങ്കിൽ എത്ര zeros വരും? 8 zeros വരും. അല്ലേ? 8 zeros വരും. അല്ലെങ്കിൽ 10⁸ എന്ന് എഴുതാം. ഓക്കെ? 1 എഴുതിയിട്ട് 8 zeros എഴുതാം. അല്ലെങ്കിൽ 10⁸ എന്ന് എഴുതാം. ഓക്കെ? ഇനി ഇവിടെ എത്രയാ? 5 zeros ഉണ്ട്. 1 lakhന്റെ സ്ക്വയർ ആണ്. അപ്പോൾ 1 എഴുതി 10ന്റെ എത്ര 1 2 3 4 5 zeros ഉണ്ട്. അപ്പോൾ സ്ക്വയർ എടുക്കുമ്പോൾ 10 zeros വരും. അല്ലേ? ഇനി സ്ക്വയർ ഓഫ് 10⁻⁶ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ
എത്രയാണ് 10⁻⁶ സ്ക്വയർ ആണ്, അപ്പോൾ 12 ആണ്. ഓക്കെ, അത് അതിൻ്റെ മീനിങ് 1 കഴിഞ്ഞിട്ട് 6 zeros ഉണ്ട്, 2 times മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ 10 കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് 12 zeros ഉണ്ടാവും, അതുകൊണ്ട് അപ്പോൾ 10⁻12 എഴുതിയാൽ മതി. ഓക്കെ, ഇനി 10⁻20⁻2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ നമുക്കറിയാമല്ലേ എക്സ്പോണൻറ്റ് ഓഫ് എക്സ്പോണൻഷ്യേഷൻ. അപ്പോൾ 2 × 20 × 2 എത്രയാ 40, അതായത് 10⁻40 വരും. ഓക്കെ, ഇനി കുറച്ച് നമ്പേഴ്സ് സ്ക്വയർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പേഴ്സ് എല്ലാം, അതായത് ഒരു നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ സ്ക്വയർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ 2500 സ്ക്വയർ ആണോ അല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യുക? ലെഫ്റ്റ് നിന്ന് നോക്കാം, 2 zeros, അപ്പോൾ എന്താണ്? അതുപോലെ തന്നെ അതിന് മുമ്പ് ഇവിടെ നോക്കാം, ഇവിടെ എത്രയാ zeros? 2 0, ഇവിടെ 4 അല്ലേ, ഇവിടെ എത്രയാ 6, ഇവിടെ എത്രയാ 8 10 12, ഇത് നോക്കൂ, ഇത് 40. അപ്പോൾ ഇനിയും ഇൻക്രിമെൻ്റ് ആവും. അപ്പോൾ ഇതൊന്ന് സ്പെഷ്യാലിറ്റി നോക്കൂ, ഇവിടെ എല്ലാം ഏതാണ്? ഈവൻ നമ്പേഴ്സാണ്. എപ്പോഴും നോക്കുക, എപ്പോഴും ഓർത്ത് വെക്കുക, സ്ക്വയറിൻ്റെ സീറോസ് എപ്പോഴും ഈവൻ നമ്പർ ആയിരിക്കും. എപ്പോഴും ഓഡ് നമ്പർ സ്ക്വയർ ആയിട്ട് വരില്ല. അതായത് 1000 എന്നുണ്ടെങ്കിൽ അതൊരു സ്ക്വയർ അല്ല. കാരണം എന്താണ്? ഇവിടെ 3 zeros ഉള്ളൂ, ഒരിക്കലും സ്ക്വയർ ആവില്ല. അതുപോലെ തന്നെ എപ്പോഴും ഈവൻ നമ്പേഴ്സ് തന്നെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 10⁻23 ഒരു ക്വസ്റ്റ്യൻ ആണ്, 10⁻23 ഒരു ഈവൻ ആണോ, സ്ക്വയർ ആണോ? അപ്പോൾ എങ്ങനെ ഇതാ 10⁻23 ഒരു സ്ക്വയർ അല്ല, ഇതൊരു സ്ക്വയർ അല്ല എന്ന് പറയാം ധൈര്യമായിട്ട്. കാരണം എന്താ? 23 ഒരു ഓഡ് നമ്പറാണ്. ഓക്കെ, എപ്പോഴും ആലോചിക്കുക, നമ്പർ ഓഫ് സീറോസ് ഈവൻ തന്നെ ആയിരിക്കും. ഇനി നോക്കാം 2500, ഇപ്പോൾ പറഞ്ഞില്ലായിരുന്നോ എത്ര സീറോസ് ഉണ്ട്? 2 zeros ഉണ്ട്. അപ്പോൾ ഇത് ഓക്കെ, ഇത് റെഡിയായി. ഇനി 25 എടുത്ത് നോക്കൂ, ഏതിൻ്റെ സ്ക്വയർ ആണ്? 5ൻ്റെ സ്ക്വയർ. അപ്പോൾ 15ൻ്റെ സ്ക്വയർ ആണ് 2500. അപ്പോൾ ഇതൊരു സ്ക്വയർ ആണ്. ഇനി നോക്കൂ 3600 നോക്കൂ, ഇത് എത്ര സീറോസ് ഉണ്ട്? 2 zeros. അപ്പോൾ ഇത് റെഡിയാണ്. ഈ 36 നോക്കുക, ഏതിൻ്റെ സ്ക്വയർ ആണ്? 6ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഇത് 16ൻ്റെ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഇനി 1500 നോക്കൂ, 00 റെഡിയാണ്, ഓക്കെ ആണ്. പക്ഷെ അതിന് മുമ്പ് ഏതാണ്? 15 ഏതിനെങ്കിലും സ്ക്വയർ ആണോ? അല്ല. എങ്ങനെ ചെക്ക് ചെയ്ത് നോക്കൂ, 3ൻ്റെ സ്ക്വയർ ആണ് 9, 4ൻ്റെ സ്ക്വയർ ആണ് 16. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുന്നതല്ലേ 15. അപ്പോൾ അത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഓക്കെ, ഇനി 9 × 10⁻7 ഈ നമ്പർ ചെക്ക് ചെയ്ത് നോക്കൂ, ഇവിടെ എത്ര സീറോസ്? 7 zeros. അപ്പോൾ ഇതൊരു ഓഡ് നമ്പറാണ്, അതുകൊണ്ട് സ്ക്വയർ ആയിരിക്കൂല. ആണല്ലോ, 9 സ്ക്വയർ ആണ്, ബട്ട് ഹിയർ 10⁻7 ഇറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. ഓക്കെ, ഇനി ചെക്ക് ചെയ്ത് നോക്കൂ, 16 × 10⁻24 ഇവിടെ നോക്കൂ, 24 ഒരു ഈവൻ നമ്പറാണ്, അത് ഓക്കെ ആണ്. ഇനി 16 ചെക്ക് ചെയ്യുക, 16 ഒരു 4ൻ്റെ സ്ക്വയർ ആണ് 16. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഓക്കെ, മനസ്സിലായാലോ? ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെ മനസ്സിലായാലോ? നമ്പർ ഓഫ് സീറോസ് എപ്പോഴും ഈവൻ ആയിരിക്കണം, പിന്നെ അതിന് മുമ്പത്തെ നമ്പേഴ്സ് ഏതെങ്കിലും നമ്പറിൻ്റെ സ്ക്വയർ ആയിരിക്കണം. ഓക്കെ, അത്രയേ ഉള്ളൂ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി കുറച്ച് നമ്പേഴ്സിൻ്റെ, അതായത് ടെൻസിൻ്റെ സ്ക്വയർസ് നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റും. എന്നുവെച്ചാൽ നമ്പേഴ്സ് നോക്കാം. ഇത് നോക്കിക്കോളൂ, ഈ നമ്പേഴ്സിൻ്റെ എല്ലാം സ്ക്വയർ കണ്ടുപിടിക്കണം. ഓക്കെ, എങ്ങനെയാണ്? ഡയറക്റ്റ് കണ്ടുപിടിച്ചോളൂ. 13ൻ്റെ സ്ക്വയർ എത്രയാണ്? എത്ര സീറോസ് ഉണ്ട്? 1 zeros ഉണ്ട്. അപ്പോൾ സ്ക്വയറിൽ 2 zeros ഉണ്ടാവും. എന്നിട്ട് 3ൻ്റെ സ്ക്വയർ എത്രയാ? 9. അപ്പോൾ കാണുമ്പോൾ തന്നെ ആൻസർ എഴുതി വെക്കണം. ഓക്കെ, മനസ്സിലാക്കണം. ഓക്കെ, ഇനി 14ൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചോളൂ. എത്ര സീറോസ്? 1 zeros. അപ്പോൾ ആൻസറിൽ 2 zeros. ആൻഡ് 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 16. Here how many zeros? 3 zeros. So we are answering, in answer there is 6 zeros and 7ൻ്റെ സ്ക്വയർ എത്രയാ? 49. അല്ലെങ്കിൽ 49
ചാപ്റ്ററിൽ പഠിച്ചില്ലായിരുന്നോ എക്സ്പോണൻഷ്യേഷൻ, അതുപോലെ എഴുതി വെക്കാൻ പറ്റും. ഇനി നോക്കൂ 6 × 10⁻25 ഇതിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചോളൂ. സ്ക്വയർ എന്ന് വെച്ചാൽ എങ്ങനെ 6ൻ്റെ സ്ക്വയർ എത്രയാ 36. ഈ മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെ എഴുതുക. ഇനി 10⁻25 എന്ന് വെച്ചാൽ 25ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ 25 × 2 ടൈംസ്, അപ്പോൾ 10⁻50. ഇതിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചോളൂ. എങ്ങനെ വരും 36ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. 36 × 36 അപ്പോൾ എത്ര വരും 1296 ഇൻറ്റു 10⁻50 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ എത്രയാണ് ഇൻറ്റു 2 10⁻100. ഓക്കെ, അണ്ടർസ്റ്റുഡ്. ഒരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം ഡയറക്റ്റ്, അല്ലെങ്കിൽ ഒരു സ്ക്വയർ തന്നിട്ടുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ കണ്ടുപിടിക്കാൻ ഈസി മെത്തേഡാണ് പറഞ്ഞു തന്നത്. മനസ്സിലായില്ലേ? ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം.